ഹായ്, നമസ്കാരം. ഇന്നത്തെ പത്രത്തിൽ, അതായത് 7/10/2020 ഒരു നല്ലൊരു വാർത്ത ഉണ്ടായിരുന്നു കേട്ടോ. അതായത് എനിക്ക് ഒരുപാട് കൗതുകമായിട്ട് തോന്നി. നിങ്ങൾക്ക് എങ്ങനെ തോന്നുമെന്ന് അറിയില്ല. അപ്പോൾ നമുക്കതൊന്ന് നോക്കിയാലോ. പറയാം. ഇതാ, ഏറ്റവും കൂടുതൽ നാൾ ജീവിച്ച പ്രൊജേറിയ രോഗി മരിച്ചു. രോഗത്തിൻ്റെ പേരെന്താണെന്നറിയോ? പ്രൊജേറിയ. ഏറ്റവും കൂടുതൽ നാൾ ജീവിച്ച പ്രൊജേറിയ രോഗി മരിച്ചു. അതിൻ്റെ മേലെ ചെറുതാക്കി എഴുതിയിട്ടുണ്ട്, അതിവേഗത്തിൽ വയസ്സാകുന്ന രോഗം. ഇങ്ങനെ ഒരു രോഗത്തെ പറ്റിയിട്ട് ഞാൻ കേട്ടിട്ടില്ല. നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നറിയില്ല. അപ്പോൾ എന്താണ് അസുഖം? ചെറുപ്പത്തിൽ തന്നെ പെട്ടെന്ന് പ്രായമായിട്ട് മരിക്കുന്ന ഒരു അസുഖമാണ്. അപ്പോൾ ഞാൻ വായിക്കാം. മിലാൻ എന്ന സ്ഥലത്താണ് ഇത് ഉണ്ടായിട്ടുള്ളത്. അതിവേഗത്തിൽ വാർദ്ധക്യം സംഭവിച്ച് മരിക്കുന്ന പ്രൊജേറിയ രോഗികൾ. ഏറ്റവും കൂടുതൽ കാലം ജീവിച്ചിരുന്ന സാമി ബാസോ ഓർമ്മയായി. ഇറ്റലിയിലെ മിലാനിലാണ് സാമി 28-ാം വയസ്സിൽ അന്തരിച്ചത്. ഹച്ചിൻസൺ ഗിൽഫോർഡ് സിൻഡ്രോം എന്നറിയപ്പെടുന്ന, അതായത് ഹച്ചിൻസൺ ഗിൽഫോർഡ് സിൻഡ്രോം എന്നും അറിയപ്പെടുന്ന പ്രൊജേറിയ ബാധിച്ചവർ ശരാശരി 13.5 വർഷം മാത്രമാണ് ജീവിക്കുന്നത്. ജനിക്കുന്ന 80 ലക്ഷം പേരിൽ ഒരാൾക്ക് മാത്രം കിട്ടുന്ന അസുഖമാണിത്. 80 ലക്ഷം പേരിൽ ഒരാൾക്ക് മാത്രമേ ഈ അസുഖം ബാധിക്കുള്ളൂ. ജനിക്കുന്ന 80 ലക്ഷം പേരിൽ ഒരാൾക്ക് മാത്രം കിട്ടുന്ന അപൂർവ രോഗമാണ് പ്രൊജേറിയ. പിന്നെ ഒരു കാര്യം എന്താ വെച്ചാൽ, അമിതാഭ് ബച്ചൻ അഭിനയിച്ച പ എന്ന ഹിന്ദി സിനിമയുടെ കഥ ഈ രോഗം പശ്ചാത്തലമാക്കിയാണ്. 2009 പുറത്തു വന്ന ഈ ചിത്രത്തിൽ അമിതാഭ് പ്രൊജേറിയ രോഗിയെയാണ് അവതരിപ്പിച്ചത്. 1995 വടക്കൻ ഇറ്റലിയിലെ വെനീറ്റോ മേഖലയിലാണ് സാമി ജനിച്ചത്. 2 വയസ്സുള്ളപ്പോൾ രോഗം സ്ഥിരീകരിച്ചു. നാഷണൽ ജോഗ്രഫിക്കിൻ്റെ ഡോക്യുമെൻ്ററിയായ സാമീസ് ജേണിയിലൂടെ അദ്ദേഹം പ്രശസ്തനായി. നിലവിൽ ലോകത്ത് രേഖപ്പെടുത്തപ്പെട്ട 350 പ്രൊജേറിയ രോഗികളാണുള്ളത്. ഇവരിൽ 4 പേർ ഇറ്റലിയിലാണ്. ഇതാ കാണാണ്ടോ നേരെ? ഇതാണ് ഫോട്ടോ. ഇതാ. അപ്പോൾ എന്താണ്, ഈ രോഗത്തെ പറ്റി നമ്മളാരും കേട്ടിട്ടേ ഉണ്ടാവില്ല അല്ലേ? ഇപ്പോൾ കേട്ടല്ലോ. എനിക്കൊക്കെ ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. കുഞ്ഞേ കുട്ടിയാകുമ്പോൾ പൂമ്പാറ്റ, ബാലരമ ഒക്കെ വായിക്കുന്ന സമയത്ത് അതിലൊക്കെ ഓരോ ബ്ലോക്ക് ഇങ്ങനെ ഉണ്ടാവും. ചെറിയ കള്ളികളിൽ ഇപ്പോൾ എന്താ പറയുക, ഉള്ളി നന്നാക്കുമ്പോൾ കണ്ണിൽ വെള്ളം വരുന്നത് എന്തുകൊണ്ടാണ്? അതുപോലെ ഉറുമ്പ് കടിക്കുമ്പോൾ വേദന അനുഭവപ്പെടുന്നതിന് ഉറുമ്പ് നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിപ്പിക്കുന്ന ഒരു കെമിക്കലുണ്ട്. അതെന്താണ്? അങ്ങനെയൊക്കെയുള്ള ഓരോ ചെറിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടാവും പൂമ്പാറ്റയിൽ. ഞാനതൊക്കെ വെട്ടിയടിച്ചിട്ട് എനിക്ക് കളക്ഷൻ ഉണ്ടായിരുന്നു അന്നൊക്കെ. അതുപോലെ കുട്ടികളൊക്കെ കാണുകയാണെങ്കിൽ ഇതും ഓർത്ത് വെച്ചോ കേട്ടോ. പ്രൊജേറിയ രോഗം, അതായത് അതിവേഗത്തിൽ വയസ്സാകുന്ന രോഗത്തെ പറയുന്ന പേരാണ് പ്രൊജേറിയ രോഗം. ഇപ്പോൾ ആകെ ലോകത്തിൽ 350 പേർ മാത്രമാണ് ഈ രോഗം ബാധിച്ചവരായിട്ടുള്ളത്. ഓക്കെ.